നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന താമസ വിസക്കാരുടെ ശ്രദ്ധയ്ക്ക് UAE ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. അപേക്ഷിക്കുമ്പോൾ യാത്രക്കാരന്റെ എമിറേറ്റ്സ് തിരിച്ചറിയൽ കാർഡ് നമ്പർ, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ടൈപ്പ്, രാജ്യം എന്നിവ കൃത്യമായി രേഖപ്പെടുത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, വെബ്സൈറ്റിൽ ഗ്രീൻ ടിക്ക് ലഭിച്ചാൽ അതിനർത്ഥം UAE യാത്രയ്ക്ക് അനുമതി ലഭിച്ചു എന്നാണ്. ചുവപ്പ് അടയാളമാണ് ലഭിക്കുന്നതെങ്കിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഈ സംവിധാനത്തിനു പകരം ലഭിച്ചിരുന്ന അനുമതി പത്രത്തിന്റെ ആവശ്യമില്ലെന്ന് UAE അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പക്ഷേ രജിസ്ട്രേഷന് ശേഷം ഗ്രീൻ ടിക്ക് ലഭിച്ചിരിക്കണം. ഇക്കാര്യത്തിൽ പലർക്കും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അബുദാബിയിലും ഷാർജയിലും എത്തിയ ചിലർ വിമാനത്താവളത്തിനുള്ളിൽ ഏറെ നേരം കുടുങ്ങിപ്പോയ അവസ്ഥ ഉണ്ടായിരുന്നു. അബുദാബിയിൽ ഇത്തിഹാദ് വിമാനത്തിലെത്തിയ 5 മലയാളികൾക്ക് പുറത്തിറങ്ങാനായില്ല. ഇവർ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാതെയാണ് വിമാനം കയറിയത്. ഇവരിൽ ഒരാൾ ഒഴികെ 4 പേരെ ഇത്തിഹാദ് സ്വന്തം ചെലവിൽ നാട്ടിലെത്തിക്കുകയും ചെയ്തു. ഒരാൾ 35 മണിക്കൂറിന് ശേഷം പ്രത്യേക അനുമതി ലഭിച്ച് പുറത്തിറങ്ങി. കറാച്ചി, ലക്നൌ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ യാത്രക്കാർക്കും ഇതേ അനുഭവം ഉണ്ടായെന്നാണ് വിവരം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷമേ UAE-യിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്നും അധികൃതർ കർശന നിർദ്ദേശമുണ്ട്. ദുബായ് വിസക്കാർ ജനറൽ റെസിഡൻസി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അംഗീകൃത പരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്ന് യാത്രയ്ക്ക് 96 മണിക്കൂറിനകം എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. 12 വയസ്സിന് താഴെയുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.